നല്ലൊരു താരാട്ടുപാട്ടൊക്കെ വെച്ച് മുഖത്ത് ടൗലും കെട്ടി ഞാൻ ഈ പോണത് അടുക്കളയിലെ പോരാളിയെ സഹായിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെങ്കിലും അടുക്കളയിലെ പല സ്മെല്ല് എനിക്ക് പറ്റാറില്ലെങ്കിലും ഇതുപോലെ ചൂടോടുകൂടി ചിക്കനൊക്കെ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കുക്ക് ചെയ്യണ സമയത്ത് ഈ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കാറില്ല കേട്ടോ. ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയാണ്. ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ പറ്റാത്ത സ്മെല്ല് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ചെയ്യും. എന്തായാലും ഇന്ന് ഞങ്ങളുടെ പോരാളിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് പണി തീർക്കുന്ന എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ബിരിയാണിയുടെ സ്മെൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ തിരക്കിട്ട പണിയിലാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ. ഈ മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ ഈ സവോളയും തക്കാളിയൊക്കെ അരച്ച് ചേർക്കണത്. അങ്ങനെ നല്ല മുളകിട്ട വെത്തൽ കറി. ഞങ്ങളുടെ വെത്തൽ എന്നാണ് പറയുക. ഇതിന് പല പേരുണ്ട്. ചൂട, കൊഴുവ, നെത്തോലി എന്നൊക്കെ പേരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയണമെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആവേശത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയപ്പോൾ മീൻകറിയിൽ ഇടാൻ പോണ മീനിനെ കുറിച്ച് പറഞ്ഞാൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. മത്തി കൊണ്ടാണ് മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വെത്തൽ നല്ല രീതിയിൽ വറുത്തെടുക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ കയ്യിലുള്ള പരന്ന മീൻചട്ടി പൊട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥന് മൺചട്ടിയിൽ മീൻകറി വെച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് പൊതു അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെ അമ്മ വട്ടനെയുള്ള ചട്ടി എടുത്തിട്ടോ മീൻകറി വെച്ചിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ പോരാളി ഏകദേശം ഒരു 11:30 മണി ആയപ്പോഴേക്കും നല്ല ചിക്കൻ വരട്ടിയതും സാമ്പാറും അവിയലും അതുപോലെ തന്നെ നെത്തോലി ഫ്രൈയും നല്ലൊരു തോരനും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ കറി അവസാന സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പണികളും കഴിഞ്ഞെന്ന ആശ്വാസത്തോടു കൂടി ചിരിച്ചുകൊണ്ട് അടിച്ചു വരുന്ന ഇതുപോലത്തെ പോരാളികൾ നിങ്ങൾക്കും ഇല്ലേ?